Hi all, welcome to Propoise UG Plus. Propoise UG Plus-ലേക്ക് ഏവർക്കും സ്വാഗതം. CVT PG 2024-ന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസംബർ 26-ന് ഓപ്പൺ ആയ വിൻഡോ ജനുവരി 24 വരെ ഉണ്ടായിരിക്കും. അതിനിടയിലായിട്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷന്റെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ പരീക്ഷയെ പറ്റി അറിയാത്തവരുണ്ടാവും, ഒരു പക്ഷേ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തുടങ്ങിയത് ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നവരുണ്ടാവും. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആർക്കൊക്കെ CVT PG എഴുതാം എന്നുള്ള ഒരു കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തമായി കാണുക. ഷോർട്ട് വീഡിയോ ആണ്, നിങ്ങൾക്ക് ഒരു സപ്ലൈ ഉണ്ട്, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ. ഇനി വ്യത്യസ്ത കോഴ്സുകളാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ നോക്കുന്നത്, അത് പ്ലാൻ ചെയ്യുന്നത്. ഒരു ബന്ധവും ഇല്ലാത്ത 2-3 കോഴ്സാണ് നോക്കുന്നത്, അത് 3 എഴുതാൻ പറ്റുമോ. ഇനി അതല്ലാതെ ഏജ് വൈസ് എനിക്ക് ഏജ് കുറച്ച് കൂടുതലാണ്, എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ PG ചെയ്യാൻ പറ്റുമോ. ഇനി ഓരോ കോഴ്സിലേക്കും എൻറോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ നോക്കേണ്ടുന്ന കാര്യം എന്താണ്, മിനിമം വേണ്ട മാർക്ക് എത്രയാണ്. ഇങ്ങനെ കുറെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സംശയം ഡിഗ്രി പഠിക്കുന്നവരാവും, അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരാവും നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോ മൊത്തമായി തന്നെ കാണുക. ഒരിക്കൽ കൂടെ ഷോർട്ട് വീഡിയോ ആണ്, മൊത്തം കണ്ട ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഫെർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക. ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് ആദ്യം തന്നെ. വയസ്സിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ CVT PG-യിലേക്ക് വരുമ്പോൾ? CVT PG നടത്തുന്ന ഏജൻസി എന്ന് പറയുന്നത് NTA ആണ്. NTA-ക്ക് ഈ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് UGC ആണ്. ഇവർ രണ്ടുപേരും പറയുന്നത് ഇവർക്ക് കാൻഡിഡേറ്റ് സംബന്ധിച്ച് എത്ര ഏജ് ആയാലും ഒരു കുഴപ്പമില്ല. എഴുതുന്ന വിദ്യാർത്ഥിയുടെ ഏജ് എന്തായാലും UGC-ക്കോ അതുപോലെ തന്നെ NTA-ക്കോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളില്ല. ആകെയുള്ള ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ് ദി ബാച്ചിലർ ഡിഗ്രി ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ ഓർ അപ്പിയർ ഇൻ 2024 ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ഏജ് ക്യാൻ അപ്പിയർ ഇൻ CVT PG 2024. ഏജ് ലിമിറ്റ് ഇല്ല എന്ന് വെച്ചിട്ട് 18 വയസ്സ് താഴെയുള്ള, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥി, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥി, +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ CVT PG എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റുകയുമില്ല. ഒന്നെങ്കിൽ അപ്പിയറിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ പാസ് ആയിട്ടുണ്ടാവണം. അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഏജ് ക്രൈറ്റീരിയയെ പറ്റി പറയുന്ന ബോൾഡ് ലെറ്റേഴ്സിലുള്ള ആ ഒരു വാക്യം പ്രത്യേകം നോക്കുക. However, the candidates will be required to fulfill the age criteria of the university. ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് CVT PG. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ യൂണിവേഴ്സിറ്റിയിലെ ഓരോ കോഴ്സുകൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓപ്റ്റ് ചെയ്യണം. അല്ലാതെ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് അപ്ലൈ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ നടക്കുന്ന ഒരു പരീക്ഷയല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓരോ കോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴും ആ യൂണിവേഴ്സിറ്റി ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ടെങ്കിൽ 24 വയസ്സിന് മുകളിലുള്ളവർ അപ്ലൈ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 98-ന് ശേഷം ജനിച്ചവർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ തുടങ്ങിയ ക്രൈറ്റീരിയാസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് ലെജിറ്റ് ആണ്, അത് വാലിഡ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റികൾക്കും തീരുമാനിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് ഏജ് ലിമിറ്റ് വെക്കണോ വേണ്ടയോ എന്നുള്ളത്. അതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന് ഏജ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിക്കോണം എന്നില്ല. JNUവിന് ഏജ് ലിമിറ്റ് ഉണ്ടെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് ഏജ് ലിമിറ്റ് ഉണ്ടായിക്കോണം എന്നില്ല. എക്സാമ്പിൾ ആയി പറഞ്ഞാണ്, ഇവർക്ക് ആർക്കും തന്നെ അങ്ങനെ നിലവിൽ വലിയൊരു ഏജ് ലിമിറ്റ് ഒന്നും തന്നെ PG-ക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടോ എന്നുള്ളത്, നിങ്ങളുടെ ഏജ് ഇപ്പം ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞവരാണെങ്കിൽ തന്നെ ഏജ് ഒന്നും കുഴപ്പമുണ്ടാവില്ല. കുറച്ച് ഗ്യാപ്പ് എടുത്ത് PG എല്ലാം തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു കോളം തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസിൽ കയറി ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിന്റെ കൂടെ തന്നെ ഏതാണ് കിട്ടാൻ പോകുന്ന ഡിഗ്രി, എഴുതേണ്ടുന്ന പേപ്പർ ഏതാണ്, എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടെ കൊടുത്തിട്ടുണ്ട്. ആ കോളം എടുത്ത് നോക്കുക എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. അതിൽ ഏജ് ആയിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഏജ് ലിമിറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. വേറെ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. For admission in universities through CVT PG 2024, the existing policies regarding quota, category, relaxation, reservation, qualification, subject combination, preferences, etc. of the respective university shall be applicable. അപ്പൊ ഇതിനൊന്നും തന്നെ അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് അല്ലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഒന്നും ഇല്ല. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എസ്പെഷ്യലി വരുന്നത് വ്യത്യസ്ത ബില്ല് പാസ്സായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ആക്ട് വഴി വരുന്നതുകൊണ്ട് തന്നെ വ്യത്യസ്ത സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് വ്യത്യസ്ത സ്വഭാവമുണ്ട്. ചിലയിടത്ത് 50% സ്ത്രീകൾക്ക് റിസർവേഷൻ കാണാം, ചിലയിടത്ത് കാസ്റ്റ് വൈസ് റിസർവേഷൻ കാണാൻ പറ്റും, ഒരു ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ. ഇനി എല്ലാ യൂണിവേഴ്സിറ്റികളിലും മിനിമം OBCക്ക് ഇത്ര സീറ്റ്, ജനറൽ ഇത്ര സീറ്റ് എന്നുള്ള ഒരു കാര്യം കൂടെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും കാണാൻ പറ്റും. റിസർവേഷൻ ഉറപ്പാക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ വ്യത്യസ്ത കോട്ടകൾ ഉണ്ടാവും. വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ, അതുപോലെ സ്പോർട്സ്, ഇനി അതല്ല മറ്റേതെങ്കിലുമൊക്കെ ക്രൈറ്റീരിയാസിലായിട്ട് കോട്ടകൾ ഉണ്ടാവും. റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ ഏജിൽ റിലാക്സേഷൻ ഉണ്ടാവും, മാർക്കിൽ റിലാക്സേഷൻ ഉണ്ടാവും. ഇതൊക്കെ തന്നെ ഓരോരോ യൂണിവേഴ്സിറ്റികൾക്കും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് CVT PG-യിൽ പങ്കെടുക്കുന്ന മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കരുതാൻ നിൽക്കേണ്ട. എല്ലാം ഡിഫറെന്റ് ആണ്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം.
ഇനി as the eligibility criteria for admission may be unique for every university, the candidates are advised to visit the university website to which they are applying for their respective programs. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെന്റ് ക്രൈറ്റീരിയ ആയതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റ് നോക്കി അതാത് ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു സാറ്റിസ്ഫൈ ദംസെൽഫ് ബിഫോർ അപ്ലൈങ്. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഡിഗ്രി ഇത്ര മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം മെൻഷൻ ചെയ്യും. ഡിഗ്രിക്ക് ഒന്നെങ്കിൽ 40% മാർക്ക്, 45% മാർക്ക്, 50% മാർക്ക്, ഏറ്റവും കൂടിയത് 55%. 60% മാർക്കൊന്നും പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഈ CUET PG പരീക്ഷയിലൂടെ എടുക്കുമ്പോൾ അവർ ആവശ്യപ്പെടാറില്ല. 55% മാർക്കൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദൊക്കെ തന്നെ ഒരുവിധം എല്ലാ കോഴ്സുകളിലേക്ക് ആവശ്യപ്പെടുന്നത്. അതായത് ഡിഗ്രിക്ക് 55% മാർക്ക് അങ്ങനെ വലിയ ടോപ്പ് മാർക്കൊന്നും അല്ല, ഒരുവിധം കുട്ടികൾക്കൊക്കെ തന്നെ നേടാൻ പറ്റുന്ന ഒരു മാർക്കാണ്. ഇനി ഫൈനൽ സെമ്മിന്റെ എക്സാം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സപ്പോസ് നിങ്ങളിപ്പോ ഒരു ബോർഡർ ലൈനിലാണ് 53, 54 എന്നൊക്കെ ഉള്ള നിലയിലാണെങ്കിൽ കുറച്ചുകൂടെ പഠിച്ച് എഴുതാൻ ശ്രമിക്കുക. 55% മാർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് തന്നെ നിങ്ങൾ എലിജിബിൾ ആവുകയാണ്. പിന്നീട് പരീക്ഷ എഴുതി മുൻ റാങ്കുകളിൽ വരേണ്ട ഒരു കാര്യമേ നിങ്ങൾ ചെയ്യേണ്ടൂ. ഓക്കെ, ഇനി എൻട്രൻസിൽ ഈ CUET PGയുടെ ഭാഗമായി എന്നുള്ളതുകൊണ്ട്, എഴുതിയൊരു മാർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതല്ല. ആ വിഷയത്തിന് വേണ്ട പരീക്ഷയാണ് നിങ്ങൾ എഴുതിയത്, അതിലൊരു കുഴപ്പവുമില്ല. അതിൽ ഏറ്റവും നല്ല മാർക്ക് വന്നിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് തന്നെ വരാനുള്ള മാർക്ക് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ എലിജിബിലിറ്റി പറയുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്, ഏജ് ആയിക്കോട്ടെ മാർക്ക് ആയിക്കോട്ടെ മറ്റ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ഇന്ന കോഴ്സ്, അതായത് മാത്സ് തേർഡ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവണം, അല്ലെ സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവണം, മാത്സ് മൈനർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നെല്ലാം പറഞ്ഞിട്ട് ചില എലിജിബിലിറ്റി നിങ്ങൾക്ക് സയൻസ് കോഴ്സുകളിൽ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ക്രൈറ്റീരിയ ഉണ്ടോ? ആ ക്രൈറ്റീരിയ, ആ ഒരു ബേസിക് എലിജിബിലിറ്റി ആ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാത്തടത്തോളം നിങ്ങളുടെ സ്കോർ എത്രയായിക്കോട്ടെ, നിങ്ങൾ ടോപ്പർ ആയിക്കോട്ടെ, നിങ്ങളെ ആ ഒരു യൂണിവേഴ്സിറ്റി ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് കയറുന്നതിനായിട്ട് അവർ ആവശ്യപ്പെടുന്ന എലിജിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. എന്നിട്ട് എക്സാം അപ്പിയർ ചെയ്ത് നല്ല മാർക്ക് നേടിയാലാണ് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ മാർക്ക് കൂടുതൽ വാങ്ങുന്നതിലുപരി എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തുക. എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ സെക്കൻഡറി ആയിട്ട് നിങ്ങൾ ഏറ്റവും കാര്യമായി തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് മാർക്ക് നേടുന്നതിലാണ്. എലിജിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, പിന്നെ എക്സാം നല്ലപോലെ ഈസി ചെയ്യുന്നതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സോ ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക്, ആ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതിനായിട്ട്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് എലിജിബിലിറ്റി. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയാനുള്ളത്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് എഴുതാം. എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ ഓരോരോ യൂണിവേഴ്സിറ്റിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോയി നോക്കേണ്ടതുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിരിക്കില്ല മറ്റേ യൂണിവേഴ്സിറ്റിയുടെ, ഷുവർ ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയും, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക, അതിനായിട്ട് മെനക്കെടുക. അപ്പൊ ഇത്രയുമാണ് ഈ സെഷനിൽ പറയാനുള്ളത്. ഐ ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട്, ഇതുപോലത്തെ വീഡിയോസിനായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇനിയുമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും, അതെല്ലാം കമന്റ്സിൽ ചോദിച്ചോളൂ. അതിനുള്ള മറുപടികളുമായിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി കൂടുതൽ വിവരങ്ങൾക്കായിട്ട്, കോച്ചിങ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കായിട്ട്, സപ്പോർട്ടിനൊക്കെ ആയിട്ട് അക്കാഡമിക് കൗൺസിലർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക, സംസാരിക്കുക. അപ്ഡേറ്റ്സ് ഒക്കെ സമയാസമയം അറിയുന്നതിനായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യുക, താഴെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ കയറിയിരിക്കുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങളിലേക്ക് ലിങ്ക് ആയിട്ട് എത്തിക്കോളും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വൈകാതെ കാണാം.